തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണ പ്രതിസന്ധി മൂലം വീണ്ടും ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചു. യൂറോളജി വിഭാഗത്തിലാണ് പ്രതിസന്ധി. വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയാ ഉപകരണമില്ല. ഉപകരണം ഇന്നെത്തിക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല എന്ന കാരണം കൊണ്ടാണ് ഇപ്പോൾ ശസ്ത്രക്രിയ മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്ത് നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാൻ എന്ത് തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് എത്തിയിരിക്കുന്നത്? അമൃത, ഉപകരണം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ DME തലത്തിലും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ തലത്തിലും നടക്കുന്നുണ്ട്. ഇന്നലെ ആ ഒരു ശസ്ത്രക്രിയയാണ് ഉപകരണം ഇല്ലാത്തതിനെ തുടർന്ന് യൂറോളജി വകുപ്പിൽ മാറ്റിവെച്ചത്. നമുക്കറിയാം, നേരത്തെ തന്നെ യൂറോളജി വകുപ്പിൽ ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങി എന്നുള്ള കാര്യം അവിടുത്തെ വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് തിരക്കൽ തന്നെ നേരത്തെ തുറന്നു പറയുകയും സമൂഹമാധ്യമത്തിലൂടെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയതിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നും അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞത് ആരോഗ്യവകുപ്പിനെയും സർക്കാരിനെയും വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കിയതാണ്. എന്നാൽ ഇന്നലെ ഒരു ഉപകരണമില്ലാതെ ഒരു ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നു. ഈ ഉപകരണം ചെന്നൈയിൽ നിന്നാണ് എത്തിക്കേണ്ടത്. 56,000 രൂപ വിലയുള്ള RIRS ഫ്ലെക്സിസ്കോപ്പ് എന്ന് പറയുന്ന വൃക്കയിലെ കല്ല് നീക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഈ വൃക്കയിലെ കല്ല് നീക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം സാധാരണഗതിയിൽ 56,000 രൂപയാണ്. ഒരു ഉപകരണം കൊണ്ട് സാധാരണ നിലയിൽ സ്വകാര്യ ആശുപത്രികളിലൊക്കെ ഒരു ശസ്ത്രക്രിയയാണ് ചെയ്യുന്നതെന്നാണ് ഈ മേഖലയിലുള്ള ആളുകൾ പറയുന്നത്. എന്നാൽ ഈ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് 10ഉം 14 വരെ ശസ്ത്രക്രിയകൾ ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നിലവിൽ ഇന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇന്നത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ള ശസ്ത്രക്രിയകൾ പോലും നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എത്ര ശസ്ത്രക്രിയകൾ ഇന്നിപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ വിവരം ആരോഗ്യവകുപ്പ് പങ്കുവെക്കുന്നില്ല, മെഡിക്കൽ കോളേജ് അധികൃതർ പങ്കുവെക്കുന്നില്ല. ഈ ഉപകരണം ചെന്നൈയിൽ നിന്നാണ് എത്തിക്കേണ്ടത്. ഈ ഉപകരണം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കമ്പനി ഈ ഉപകരണം എത്തിച്ചാൽ ശസ്ത്രക്രിയകൾ മുടക്കമില്ലാതെ നടക്കും. ഇന്നലെ ഒരു ശസ്ത്രക്രിയ മുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ശസ്ത്രക്രിയകളും മുടങ്ങും. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചുകൊണ്ടും പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചുകൊണ്ടും അടുത്ത കാലത്തായിട്ട് അത്ര നല്ല കാര്യങ്ങളല്ല പുറത്തു വരുന്നത്. മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം കാർഡിയോളജി വിഭാഗത്തിൽ ഉപകരണങ്ങൾ, ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ, ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളടക്കം കുറവുണ്ട് എന്ന് കാട്ടി വകുപ്പ് മേധാവി കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് കത്ത് നൽകിയിരുന്നു. അത് സംബന്ധിച്ചുകൊണ്ട് ഉപകരണങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. വിതരണക്കാർക്ക്, അതായത് ഈ കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ കുടിശ്ശികയാണ്. ഇന്നലെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി 100 കോടി രൂപയും KMSSCL-ന് 50 കോടി ധനവകുപ്പും അനുവദിച്ചിരുന്നു. ഇത് പ്രകാരം ഈ തുക അവരവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന മുറയ്ക്കായിരിക്കും കമ്പനികൾ ഉപകരണങ്ങൾ എത്തിക്കുക. എന്തായാലും നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൽ ഉപകരണമില്ലാതെ ഒരു ശസ്ത്രക്രിയ മുടങ്ങിയിട്ടുണ്ട്. ഈ ഉപകരണം ഇന്നുകൂടി എത്തിച്ചില്ലെങ്കിൽ കൂടുതൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടാകും. അമൃത.